എടാ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞാലും ഞാൻ ഈ ആഴ്ച നോമിനേഷനിൽ ഇല്ലാത്തതേ അതെന്റെ ഒരു ഗെയിം കാരണമല്ലേ. ഞാൻ അത്രയും മികച്ച പ്ലെയർ ആയതുകൊണ്ടല്ലേ ഈ ആഴ്ച നോമിനേഷനിൽ വരാതിരുന്നത് എന്നാണ് അക്ബർ പറയുന്നത്. ഇത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് ഒരു പണി കൊടുത്തതാണ് രണ്ടുപേർക്കും. ചർച്ച ചെയ്ത് രണ്ടുപേരിൽ ഒരാള് നോമിനേഷനിൽ പോകണം ഈ ഒരു അടുത്ത ആഴ്ച. അപ്പോൾ സ്വാഭാവികമായിട്ടും ആര്യം പറയുന്ന റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ആഴ്ച നോമിനേഷനിലുണ്ട്. എല്ലാ വർഷവും എല്ലാവരും പറയുന്ന പോലെ തന്നെ ഞാൻ ഈ ആഴ്ച നോമിനേഷനിലുണ്ടല്ലോ, അതുകൊണ്ട് അപ്പുറത്ത് നിൽക്കുന്ന ആള് പൊക്കോട്ടെ എന്നുള്ള രീതിയിലാണ് ആര്യം പറയുന്നത്. അക്ബർ പറയുന്നത് പക്ഷെ അക്ബർ ഇതിൻ്റെ അകത്ത് ഒരു രീതിയിലുള്ള തെറ്റും ചെയ്തിട്ടില്ല. അക്ബർ ആര്യനെ സെലക്ട് ചെയ്തു, ആര്യൻ സ്വർണ്ണക്കല്ല് എടുത്തില്ല എന്നുള്ള ഒരു ഒറ്റ കാര്യം ചെയ്തതിന്റെ പേരിൽ ആര്യനെ അക്ബർ നോമിനേറ്റ് ചെയ്യുന്നു. രണ്ടുപേരും കൂടെ ഒരു കുറച്ച് സമയം അവിടെ ഇരുന്ന് ഇങ്ങനെ ഇത് ചെയ്യുകയുണ്ടായി, ഞാനല്ല നീ പോകുന്നുള്ള രീതിയിലൊക്കെ പറയുകയുണ്ടായി. എന്നിട്ട് പിന്നെ അവസാനം ബിഗ് ബോസ് പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരിൽ ഒരാൾ ഒരു തീരുമാനത്തിലെത്താതെ ഈ ഒരു കൺഫെഷൻ റൂമിന്റെ വാതിൽ തുറക്കുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞു. ഇതൊരു പണി സീസൺ ആണല്ലോ എന്നും ബിഗ് ബോസ് പറഞ്ഞു. അല്ല, അങ്ങനെ അക്ബർ അത് ഏറ്റെടുത്തു. അക്ബർ അടുത്ത ആഴ്ച നോമിനേഷനിൽ പൊയ്ക്കോളാം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് ആ ഒരു കൺഫെഷൻ റൂമിന്റെ വാതിൽ തുറന്ന് രണ്ടുപേരും വെളിയിലേക്ക് ഇറങ്ങിയത്. ഈ സംഭവങ്ങളെല്ലാം പ്ലാസ്മ ടി വിയിൽ കാണിക്കുന്നുണ്ട്. രണ്ടുപേരുടെ ഈ ഒരു ഡിസ്കഷൻ, കൺഫെഷൻ റൂം ഡിസ്കഷൻ പ്ലാസ്മ ടി വിയിൽ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇതാണ് ലൈവിനകത്ത് നടന്നത്. എന്തായാലും ഒരു വല്ലാത്തൊരു പണി തന്നെയായി പോയത്. അക്ബറിന്റെ ഈ ആഴ്ചത്തെ ഒരു ഗെയിം സ്ട്രാറ്റജിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നല്ല ഹേറ്റ് ഇപ്പൊ കിട്ടുന്നുണ്ട് അക്ബറിന്. അപ്പൊ അടുത്ത ആഴ്ച നോമിനേഷനിൽ വരുമ്പോൾ എന്താവും ഏതാവും എന്നൊക്കെ കണ്ടു തന്നെ അറിയാം. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.